വോട്ടർമാരെ സ്വാധീനിക്കുവാൻ പാലക്കാട് ഇടതുമുന്നണി നൽകിയ പത്രപരസ്യം CPM-നെ തിരിഞ്ഞുകുത്തുന്നു. മതപരമായ വർഗീയത ലക്ഷ്യമിട്ട് തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷം ആക്ഷേപിച്ച പരസ്യരീതി മുൻപൊരിക്കലും ഇടതുപക്ഷം പരീക്ഷിക്കാത്തതാണ്. ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ CPM-ന്റെ തന്ത്രമൊന്നും ഫലിക്കാത്ത ട്രെൻഡാണ് പാലക്കാട് ഇപ്പോൾ കാണുന്നത്. സുന്നി വിഭാഗക്കാർക്കിടയിൽ സ്വാധീനമുള്ള 2 പത്രത്തിൽ മാത്രം പരസ്യം നൽകിയതും CPM-ന്റെ വർഗീയ മുഖം പുറത്തുവന്നതും കണക്കുകൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് അനുഗ്രഹമായി എന്ന് വേണം കരുതാൻ. ഇടതുമുന്നണിയുടെ പേരിലാണ് പരസ്യമെങ്കിലും ആശയത്തിനു പിന്നിലെ ബുദ്ധി CPM-ന്റേതാണെന്ന് ഘടകകക്ഷി നേതാക്കൾ തന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിനെയും BJP-യും ഒരുപോലെ ആക്രമിക്കുവാൻ പാകത്തിലുള്ള വർഗീയ ആശയമാണ് പരസ്യത്തിന് LDF ഉപയോഗിച്ചിരുന്നതെങ്കിലും അതൊന്നും കേരളത്തിൽ വിലപ്പോകില്ല എന്നതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടെ കാണാൻ കഴിയുന്നത്. 2 പക്ഷത്തെയും അടിക്കുവാൻ BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ കേന്ദ്ര ബിന്ദുവാക്കി കളത്തിലിറക്കിയതുമെല്ലാം CPM-നെ സഹായിച്ചില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നു തുടങ്ങിയതോടെ LDF-ന്റെ പരസ്യ പരീക്ഷണം എങ്ങുമെത്താത്ത സ്ഥിതിയാണുള്ളത്.